ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ തോൽവിയിൽ KPCC നിയോഗിച്ച അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. പ്രധാന നേതാക്കൾക്ക് മനഃപൂർവ്വമായ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. KPCCയിൽ പൊട്ടിത്തെറിയുണ്ടായേക്കാവുന്ന റിപ്പോർട്ട് ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. കരുവന്നൂർ ബാങ്ക് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അവസരമൊരുക്കി. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ BJP ചേർത്തത് തിരിച്ചറിയാനോ തടയാനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. ഇനി മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് എംപിയുടെ പ്രഖ്യാപനം സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി വളർത്തി. ഇങ്ങനെ വീഴ്ചകൾ ഓരോന്നും എണ്ണി പറഞ്ഞാണ് തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട്. പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാവുന്ന പരാതികളും തെളിവുകളും കണ്ടെത്തലുകളും വ്യക്തികൾക്കെതിരായ കടുത്ത ആരോപണങ്ങളും ശിപാർശകളും അടക്കം 30 പേജുകളിലായാണ് റിപ്പോർട്ട്. തോൽവിക്ക് കാരണക്കാരായ നേതാക്കളുടെ പേരെടുത്ത് പറയുന്നുണ്ട് റിപ്പോർട്ടിൽ. പുറത്തു വന്നത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല, കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. പ്രചരിക്കുന്നത് കെട്ടിച്ചമച്ച റിപ്പോർട്ടെന്ന് KC ജോസഫ്. കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന വാർത്തകൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. അതൊരു ഫേക്ക് റിപ്പോർട്ടാണ്. ആരോ കെട്ടിച്ചമച്ച റിപ്പോർട്ടാണ് ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തായതിൽ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുണ്ട്. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് KPCC പുറത്തുവിടാത്ത റിപ്പോർട്ട് പരസ്യമായതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ നേതൃത്വം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തോൽവിക്ക് പിന്നാലെ രാജിവെച്ച തൃശൂർ DCC പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് 4 ദിവസത്തിനകം പുതിയ നിയമനമുണ്ടാകുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. 24 തൃശൂർ.